ഹായ്. മലപ്പുറത്തെ ഒരു പെൺകുട്ടി തന്റെ കുട്ടികളെ ഉറക്കിയിട്ട് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ അപ്ലോഡ് ചെയ്യാണ്. തന്റെ സ്വന്തം കൈകൾ കൊണ്ട് നിർമ്മിച്ച ജ്വല്ലറി കളക്ഷൻസിന്റെ വീഡിയോസ്. അവളത്ര കാര്യമായിട്ടൊന്നും എടുത്തില്ല. എന്നാൽ പുലർച്ചെ എണീച്ച് കണ്ണുറന്ന് നോക്കുമ്പോൾ 50-ലധികം മെസ്സേജസ് എങ്ങനെ ഓർഡർ ചെയ്യാം. ഇതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ മാജിക്. നമ്മളെ പോലുള്ള സ്ത്രീകൾക്ക് പാഷനെ പ്രോഫിറ്റാക്കി മാറ്റാൻ കഴിയുന്ന വഴിയൊരുക്കുന്ന ഒരു ശക്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സ്ത്രീകൾ എങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉപയോഗിച്ച് തന്റെ കരിയർ, ബിസിനസ്, ഫിനാൻഷ്യൽ ഫ്രീഡം എല്ലാം സ്വന്തമാക്കുന്നു എന്നതാണ്. ഇത് വലിയ കമ്പനീസിന് മാത്രമല്ല, നമ്മളെ ചുറ്റുപാടിലുമുള്ള സാധാരണ സ്ത്രീകൾക്കായി ഇന്ന് ഞാൻ നിങ്ങൾക്ക് ആദ്യം തുടങ്ങിയ 2 സ്റ്റാർട്ടപ്പ് ശ്രമങ്ങളും ഫെയിലിയർ ആയി. പലരും അവളോട് പറഞ്ഞു, ഇത് നിനക്കുള്ള വഴിയല്ല. പക്ഷേ വിനീത വിട്ടുകൊടുത്തില്ല. അങ്ങനെ 2015 അവർ ഒരു കോസ്മെറ്റിക്സ് ബ്രാൻഡ് ലോഞ്ച് ചെയ്യാണ്. ഇന്ത്യൻ സ്കിൻ ടോൺസിന് മാച്ച് ചെയ്യുന്ന ബോൾഡ് ഷെയ്ഡ്സ്, അഫോർഡബിൾ പ്രൊഡക്ട്സ് ആൻഡ് ട്രെൻഡി പാക്കേജിങ്ങിലെല്ലാം ശ്രദ്ധിച്ചു. IIT മദ്രാസിൽ എഞ്ചിനീയറിംഗും IIM അഹമ്മദാബാദിൽ MBAയും കഴിഞ്ഞ വിനീത സെക്യൂറായ ജോബ്സ് എല്ലാം റിജക്ട് ചെയ്ത് അവൾക്ക് സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങണം എന്നൊരു സ്വപ്നത്തിൽ സ്റ്റാർട്ട് ചെയ്തത് ബിസിനസ് ഷുഗർ കോസ്മെറ്റിക്സ്. നിങ്ങൾക്കറിയോ, ട്രഡീഷണൽ ആഡ്സ് ഒന്നും യൂസ് ചെയ്യാതെ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗിൽ മാക്സിമം ഉപയോഗിച്ചു. യങ് വുമൻസിനെ കണക്ട് ചെയ്യുന്ന ഫൺ റീൽസ്, ബ്യൂട്ടി ട്യൂട്ടോറിയൽസ്, റിലേറ്റബിൾ ക്യാമ്പയിൻസ് ഇവ മില്ലേനിയൽ ഗേൾസിലൂടെ സൂപ്പർ പോപ്പുലർ ആക്കി. ഇന്ന് ഷുഗർ കോസ്മെറ്റിക്സ് 1000 കോടി വാല്യൂ ഉള്ളൊരു ബ്രാൻഡാണ്. ഇനി നമുക്ക് അവരുടെ പ്രൊഡക്റ്റ് സ്ട്രാറ്റജി നോക്കാം. സ്റ്റാർട്ട് ചെയ്തത് കാജൽ ആൻഡ് ഐലൈനർ വെച്ചിട്ടായിരുന്നു. പിന്നെ ഫൗണ്ടേഷൻസിലേക്ക് എക്സ്പാൻഡ് ചെയ്തു. പിന്നീട് ലിപ്സ്റ്റിക്സ്, ഐ ഷാഡോസ്, ബ്ലഷ്, ബ്രോസസ്, സ്കിൻ കെയർസ് ആൻഡ് മോർ. ഒരുപാട് പ്രൊഡക്ട്സുകൾ ഈ ഷുഗർ കോസ്മെറ്റിക്സിൽ വിപുലമായി നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ബിഗിനിങ്ങിൽ D2C ഡയറക്ട് ടു കൺസ്യൂമർ ബ്രാൻഡ് ആയിരുന്നത്. പിന്നെ വെബ്സൈറ്റിലും ആപ്പിലും പിന്നെ പ്ലാറ്റ്ഫോംസ് ലൈക്ക് നൈക്ക ആൻഡ് ആമസോണിലെല്ലാം ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നു. ഷാർക്ക് ടാങ്ക് ഇന്ത്യ എന്ന റിയാലിറ്റി ഷോ നിങ്ങൾ കാണാറുണ്ടോ? സ്റ്റാർട്ടപ്പ് കൾച്ചർ ഇന്ത്യയിൽ വളരാൻ കാരണമായൊരു ഷോ ആണിത്. ബിസിനസ് ഐഡിയാസ് പിച്ച് ചെയ്യാനും നല്ലൊരു ബിസിനസ് ഐഡിയ ആണെന്നുണ്ടെങ്കിൽ അവർ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതിൽ ജഡ്ജസ് ആയിട്ട് വരുന്നത് ബോട്ട് എന്ന ഓഡിയോ പ്രൊഡക്ട്സ് ബ്രാൻഡിന്റെ കോ-ഫൗണ്ടർ അമാൻ ഗുപ്ത, ലെൻസ്കാർട്ട് ഫൗണ്ടർ പീയൂഷ് ബൻസാൽ, എംക്യൂർ ഫാർമസ്യൂട്ടിക്കൽസ് നമിത തബോർ, ഷാദി.com ഫൗണ്ടർ അനുപം മിറ്റാൽ, മാമാഅർത്തിന്റെ കോ-ഫൗണ്ടർ ഗസാൽ അലാഗ് ഇവരൊക്കെയാണ് ഇതിൽ ജഡ്ജസ് ആയിട്ട്. ഇതിൽ നമ്മുടെ വിനീത സിംഗും ഒരു ജഡ്ജായി വരുന്നുണ്ട്. क्वेश्चन एंड मैंने खुद अपना बिजनेस जो है अपने हस्बैंड के साथ स्टार्ट किया था. हमें खुद मोर देन 100 वेंचर कैपिटल रिजेक्शंस मिले थे एंड वन ऑफ द रीजंस वाज कि हस्बैंड वाइफ टीम को इतना नहीं वैल्यू किया जाता है जितना बाकी को फाउंडर पेरेंट्स को वैल्यू किया जाता है. एंड आई थिंक सबसे ज्यादा डाउट जो आता है इन्वेस्टर्स के दिमाग में वो ये होता है कि ये फैमिली बिजनेस वाले लोग अपना कंट्रोल डिसीजन मेकिंग का और स्मार्ट लोग को दे पाएंगे कि नहीं, बिकॉज business is 90% execution and execution is 100% team. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈസ് യുവർ കീ ടു ഫ്രീഡം. വിനീത സിംഗ് പോലുള്ള കഥകൾ നമ്മെ ഇൻസ്പയർ ചെയ്യട്ടെ. ഷാർക്ക് ടാങ്ക് ഇന്ത്യ നമ്മെ പഠിപ്പിക്കുന്ന പോലെ ഐഡിയ സ്മാൾ ആയാലും ഗ്രോത്ത് വലിയതായിരിക്കും.